ഇത് കുറച്ച് ദിവസം മുമ്പ് എടുത്ത വീഡിയോ കേട്ടോ. പക്ഷേ ഇന്നാട്ടോ സമയം കിട്ടിയത് അപ്ലോഡ് ചെയ്യാനായിട്ട്. പതിവ് പോലെ ഞങ്ങൾ വ്യത്യസ്തമായ ഫുഡ് ടേസ്റ്റ് ചെയ്യാനായിട്ട് വൈകുന്നേരം ആയപ്പോൾ ഞങ്ങളൊരു തട്ടുകടയിലേക്ക് കേട്ടോ. അവിടെ പലതരം സ്നാക്സ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ കഴിച്ചത് ബോണ്ടയും ബജ്ജിയും പിന്നെ ചായയും. ജെസിക്കായും ജാസ്മിനും ജെയിംസേട്ടനും പല സാധനം അവിടെ നിന്ന് ട്രൈ ചെയ്ത് കേട്ടോ. അവർക്ക് എല്ലാത്തേക്കാളും ഇഷ്ടപ്പെട്ടത് മുട്ട ബജി കേട്ടോ. അവർ കുറേ മുട്ട ബജി മേടിച്ച് കഴിക്കുന്നത് കണ്ടു. അതോടൊപ്പം മുളക് ചട്നി. എനിക്കറിയത്തില്ല അവരെങ്ങനെയാണ് മുളകെല്ലാം കഴിച്ചത്. അതൊക്കെ അവർ എൻജോയ് ചെയ്തു. ബോണ്ട എനിക്ക് ചെറുപ്പത്തിൽ കഴിച്ച സെയിം ടേസ്റ്റുകൾ തന്നെയാട്ടോ എനിക്ക് തോന്നി. മുളക് ബജി ഞാൻ നേരത്തെ കഴിച്ച പോലെയല്ല കേട്ടോ. ഒരു എരിവോ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. ബ്ലാൻഡായിട്ട് എനിക്ക് തോന്നി. അത് ചിലപ്പം അതിൻ്റെ ഓരോ മുളക് പോലെ ഇരിക്കുമായിരിക്കും അല്ലേ. കാരണം അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. അതിനിപ്പോൾ ഞങ്ങൾ പോയത് എങ്ങോട്ടെന്നറിയാമോ? ജെയിംസേട്ടൻ്റെ കസിൻ അപ്പോൾ അവൻ്റെ അടുത്തേക്ക് കേട്ടോ. ഇതുപോലെ ഞങ്ങൾ എല്ലാ വർഷവും നമ്മുടെ ഫ്രണ്ട്സിൻ്റെയും പിന്നെ അതുപോലെ തന്നെ റിലേറ്റീവ്സിൻ്റെയൊക്കെ അടുത്ത് ഞങ്ങൾ മാക്സിമം പോകാറുണ്ട് കേട്ടോ. നമുക്ക് അവരെ കാണുമ്പോഴും അവർക്ക് നമ്മളെ കാണുമ്പോൾ ഒരു സന്തോഷമില്ല. ഇത് തന്നെ കേട്ടോ ആ കാരണം. പിന്നെ അവിടുന്ന് ജ്യൂസ് കുടിച്ചും പിന്നെ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. സമയം പോയതേ അറിഞ്ഞില്ല. പിന്നെ ഞങ്ങൾ പോയത് എങ്ങോട്ടെന്നറിയോ? ഞങ്ങളുടെ വേറൊരു കസിൻ പാപ്പൻ്റെ അടുത്തേക്ക്. അവിടെ ചെന്നപ്പോഴത്തേന് ആൻറ്റി ഞങ്ങൾക്ക് സ്നാക്സ് ചൈനീസ് ഓറഞ്ചിൻ്റെ സ്ക്വാഷ് കേട്ടോ ഇത് ഞങ്ങൾക്ക് തന്നത്. ആൻറ്റി സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു. ഇനി അവിടെ ആൻറ്റിയുടെ പാപ്പൻ്റെ കൂടെയൊക്കെ ഞങ്ങൾ നീന്തി കുറേ നേരമൊക്കെ കഴിഞ്ഞ് സമയം പോയതേ ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടോ. പുറത്തേക്ക് നോക്കിയപ്പോഴത്തേക്ക് 9 മണി സന്ധ്യയായി കേട്ടോ. ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി. എന്നറിയോ? ഞങ്ങളുടെ വീട്ടിലെല്ലാവരും 9 മണിക്ക് ബെഡേ കയറും.